അമ്മേ, നീ തനിച്ചുള്ള മോളെ? ശ്രീനി വന്നില്ലേ? ഇല്ല. എന്താ മോളെ പ്രശ്നം? വഴക്ക് വല്ലതും? അതാണേലും വേണ്ടില്ലായിരുന്നു. അമ്മയ്ക്കറിയോ, ഞാൻ അവിടെ ചെന്നതിന്റെ പിറ്റേ ദിവസം മുതൽ ശ്രീനിയോട് പറയുന്നതാ നമുക്ക് വേറെ മാറി താമസിക്കാന്ന്. ശ്രീനി ഇത് കേൾക്കണ്ടേ? എനിക്ക് ആ തള്ളയുടെ കൂടെ താമസിക്കാൻ വയ്യ. പിന്നെ ഞാൻ എന്തുണ്ടായി കൊടുത്താലും ശ്രീനിക്ക് അത് ഇഷ്ടമല്ല. അമ്മ എന്തുണ്ടായി കൊടുത്താലും അമൃത ശമ്പളം കിട്ടിയാലും അമ്മയുടെ കയ്യിൽ കൊടുക്കും. അത് നീ സമ്മതിച്ചോ? ഞാൻ സമ്മതിക്കോ? നന്നായി. ആട്ടെ, ആ അമ്മയും മോളും നിന്നോട് എങ്ങനെയാ? അവിടെ അമ്മായിയമ്മ അല്ല എന്നോട് പോരെടുക്കുന്നത്, ശ്രീനിയാ. ചുമ്മാതിരുന്നാ തടി വെക്കുമെന്നും പറഞ്ഞ് എപ്പോഴും എന്നെ കൊണ്ട് എന്തെങ്കിലും ജോലി ചെയ്യിപ്പിച്ചോണ്ടിരിക്കും. എന്റെ മോക്ക് അവിടെ പോയി കിടന്ന് അടിമപ്പണി ചെയ്യേണ്ട ഗതികേടൊന്നുമില്ല. നിന്നെ കൂട്ടിക്കൊണ്ടു പോവാനേ അവനിങ്ങി വരട്ടെ. ഇങ്ങോട്ടേക്ക് ദേ മോളെ, അച്ഛൻ വന്നിരിക്കുന്നു. വേറെ എങ്ങാണ്ട് പോയപ്പോ വഴിതെറ്റി വന്നതാ. അച്ഛനോടുള്ള സ്നേഹം കൊണ്ട് മോള് പനിനീര് തെളിച്ച് സ്വീകരിച്ചതാ. ഇന്ന് തന്നെ അങ്ങോട്ട് ചെല്ലാൻ അമ്മയ്ക്ക് എഴുതി കൊടുത്തിട്ടാണോ വന്നിരിക്കുന്നത്? ഇല്ലെങ്കിൽ ആ ഷർട്ട് ഒരുത്താ, ഞാൻ കഴുകിയിടാം. മോനിന്ന് ജോലിക്ക് പോയില്ലേ? ലീവ് എടുത്തു. വിദ്യയും കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാ. ചാന്തട്ടമ്മ, അകത്തേക്കിരിക്കാം. കുഞ്ഞിന്റെ ദേഹത്ത് ഒരു തരി പൊന്നുപോലും ഇല്ലാതെ എങ്ങനെയാ പറഞ്ഞേക്ക? അല്ല, ഇതാരാ? വാ വാ, അകത്തേക്കിരിക്കാം. വേണ്ട, ഞങ്ങൾ ഇവിടെ നിന്നോളാം. എനിക്ക് ചില കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാനുണ്ട്. ശ്രീനി എവിടെ? ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. എന്താ ശ്രീനി ഇതിന്റെയൊക്കെ അർത്ഥം? നീ കുടുംബത്തിൽ പറഞ്ഞവനാണെന്നാ ഞാൻ വിചാരിച്ചിരുന്നത്. 2 ആഴ്ചയല്ലേ പ്രസന്ന അങ്ങോട്ട് വന്നിട്ട്. അവള് ചത്തോ ജീവിച്ചിരിക്കുന്നോ എന്ന് നീ അന്വേഷിച്ചോ? ആരോടും ചോദിക്കാതെ ഇറങ്ങിപ്പോയതല്ലേ അവള്. അതുപോലെ തന്നെ ഇങ്ങോട്ട് തിരിച്ചു വരുമെന്ന് അറിയാം. അവളെ ഇങ്ങോട്ട് അയച്ചതേ അടിമപ്പണി ചെയ്യിക്കാനൊന്നും അല്ല. എന്റെ ഭാര്യ എന്ന് പറയുന്നവള് ഞാൻ പറയുന്നതനുസരിച്ച് ഇവിടെ തന്നെ കഴിയണം. കൊച്ചമ്മ ചമഞ്ഞ് ബെഡ്റൂമിൽ കാലുമേ കാലും കയറ്റി ഇരിക്കാനല്ല ഞാൻ അവളെ കെട്ടിക്കൊണ്ടു വന്നത്. അപ്പോഴേ പെണ്ണ് കെട്ടിയെന്ന് കയറി ഭാര്യയോട് മാത്രമല്ല എന്റെ അച്ഛനോടും അമ്മയോടും എനിക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട്. പിന്നെ അമ്മയ്ക്കും മോക്കും മറിച്ചൊരു ധാരണ ഉണ്ടെങ്കിൽ അതിവിടെ വിലപ്പോവില്ല. നിന്റെ വാചകമൊന്നും കേൾക്കാനല്ല ഞാനിവിടെ വന്നത്. എവിടെ കാര്യത്തിന് എന്താ ഒരു തീരുമാനം? അവക്കിവിടെ നിന്റെ ഭാര്യയായിട്ട് ജീവിക്കാൻ പറ്റുമോ ഇല്ലയോ? അത് ഞാൻ തന്നെ അവളോട് ചോദിക്കാം. എന്തു പറയുന്നു? എന്റെ ഇഷ്ടത്തിനനുസരിച്ച് എന്റെ കൂടെ ഇവിടെ മര്യാദയ്ക്ക് ജീവിക്കാൻ പറ്റുമോ നിനക്ക്? ഇനി തോന്നുമ്പോൾ പെട്ടിയെടുത്തിറങ്ങി പോകും നീ. ഇല്ല. നീ അവളെ തല്ലിയതുകൊണ്ടല്ലേ അവൾ ഇറങ്ങിപ്പോയത്? ഇന്നേ വരെ ഞാൻ എന്റെ മോളെ നുള്ളി നോവിച്ചിട്ടില്ല, അറിയാവോ? ആ, അതിന്റെ കുഴപ്പമായി കാണുന്നത്. ആ, പെട്ടിയെടുക്ക. നിക്ക്, പോണിയത്ത്. ആ, പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ഓരോ അടി കിട്ടാത്തുള്ള കുഴപ്പമായത്. അനുസരണം എന്താണെന്ന് അമ്മയ്ക്ക് ഇപ്പൊ മനസ്സിലായില്ലേ? നല്ല അടി കിട്ടിയാൽ ഏത് പെണ്ണാ ഒതുങ്ങാത്തത്? ആ അമ്മേ, ഊണ് കഴിച്ചിട്ടേ പോകാവൂ.